നട്ടുള്ളൂ. കൂട്ടുകാരെ, മോട്ടു പത്ലു മരം നടു ഭൂമി രക്ഷിക്കൂ എന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ വീട്ടിന്റെ മുന്നിൽ സ്വന്തം പേരിൽ ഒരു മരം നടണം. എങ്കിൽ ഫുർഫുര നഗരത്തിൽ മുഴുവനും പച്ചപ്പും ഹരിതാവും ആയിരിക്കും. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാൾക്കും ഒരുപാട് നന്ദിയുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് യു. എന്റെ അമ്മോ, വിട്, എന്റെ കൈ വിടാൻ, പോലീസ് രക്ഷിക്കണേ. എഴുന്നേൽക്ക്. ഓയ് കൂട്ടുകാരെ, ഞാനൊരു ട്രീ ഗ്രോയിങ് ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മരങ്ങളും പെട്ടെന്ന് വളരാൻ വേണ്ടി. അത് മരങ്ങളെ വളരെ വലിപ്പമുള്ളതും ബലമുള്ളതുമാക്കും. ഇതാണ് എന്റെ ഗാഡ്ജറ്റ്. ഓയ് മോട്ടു, നീ എന്താണ് ഈ കാണിച്ചത്? ഇങ്ങനെ ചെയ്യരുത്. ഇനി കുറച്ചും കൂടി ജോലി ബാക്കി ഉണ്ടായിരുന്നു എനിക്ക്. അത് കണ്ടില്ലേ, നിങ്ങളുടെ ഗാഡ്ജറ്റ് അതിന്റെ ജോലി ചെയ്തു തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, ഈ മരത്തിന് മുകളിൽ എന്റെ ഗാഡ്ജറ്റ് എടുത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഈ മരം വലുതായിക്കൊണ്ടേ ഇരിക്കും ചങ്ക്. മാത്രല്ല ഇതിന്റെ വേര് ഈ നഗരത്തിലെ വീടുകളൊക്കെ നശിപ്പിക്കുന്നേ. പക്ഷെ ഇത്രയും വലിയ മരത്തിന് മുകളിൽ എങ്ങനെ കയറാനാ? വേഗം വാ പത്ലു, ഈ മരത്തിൽ നിന്ന് ഗാഡ്ജറ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ ആ ബോക്സർ നമ്മളെ ഈ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ സമ്മതിക്കൂല. ഇനിയെങ്കിലും കണ്ണിന്റെ കെട്ടൊന്ന് അഴിക്കാമോ? ഇപ്പൊ തുറന്നോളൂ റാണി. എത്ര ഭംഗിയായിരിക്കുന്നു. ഇത്രയും ഭംഗിയുള്ള മരം എവിടുന്നാ വന്നത്? ഇത് നമ്മളുടെ പുതിയ വീടാണ്. മുകളിലുള്ളവൻ തരുന്നതൊന്നും നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, അല്ലേ കൂട്ടുകാരെ? നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും മേലെ ഇരിക്കുന്ന ദൈവം അതെല്ലാം നമുക്ക് നൽകുന്നു. റാണി, ഇപ്പോൾ റിബൺ കട്ട് ചെയ്ത് നമ്മളുടെ പുതിയ വീടിന്റെ ഉദ്ഘാടനം നടത്തൂ. കൂട്ടുകാരെ, ഇന്നു മുതൽ ഇത് നമ്മളുടെ പുതിയ വീടാണ്. ഇതിനെ സംരക്ഷിക്കണം, ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതാ നോക്കൂ, താഴെക്കൂടെ ആരോ വരുന്നുണ്ട്. വീട് വെച്ചില്ല, അതിനു മുമ്പ് കള്ളന്മാരോ. കൂട്ടുകാരെ, ആക്രമിക്കൂ. വേണ്ട. അല്ല, എന്തിനായി കൊത്തുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്തായി സംഭവിക്കുന്നേ? മുകളിൽ പോയപ്പോ നിങ്ങൾക്ക് ആന്റിനെ എടുത്തോണ്ട് വരാൻ പാടില്ലായിരുന്നോ? വല്യേട്ടാ, ആ ആന്റിനെ എടുക്കാന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. പക്ഷികളൊക്കെ കൊത്തി കൊത്തി അവസാനം ഞങ്ങൾ ഈ പരുവത്തിലാക്കി. നിങ്ങൾ 4 പാടും ശ്രദ്ധിക്കണം. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേഗം ശരിയാക്ക്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ 4 പേരെയും അടിച്ച് ശരിയാക്കും. ആ അടി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓ, ഇത്തിരി പോകുന്ന കിളികൾക്കൊന്നും നമ്മളെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല ചങ്കേ. എനിക്ക് പക്ഷികളോട് യുദ്ധം ചെയ്യുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. വരൂ, നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം. ഇത്തവണ നല്ല തയ്യാറെടുപ്പുകളോട് കൂടി വേണം പോകാൻ. യെസ് യെസ്, ഓക്കെ. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. ആദ്യം നിങ്ങൾ അവരെ തടയണം. ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞങ്ങളും തയ്യാറാണ്. കൂട്ടുകാരെ, ശത്രുക്കൾ നമ്മളുടെ വീട് കൈക്കലാക്കാൻ വരുന്നുണ്ട്. ആക്രമിക്കൂ. അല്ല, നിങ്ങളുടെയൊക്കെ പ്രോബ്ലം എന്താണ്? മാറൂ, മാറൂ, മാറൂ.
അതിങ്ങനെ പിടിച്ച് വലിക്കാതെ. എന്റെ മൂക്ക് അതിന് വിട, അതെന്റെ മൂക്കാണ്. പൊളിക്കട്ടല്ലോ മമ്മി, രക്ഷിക്കണേ. ഇപ്പൊ നിന്റെ 20 വർഷത്തെ സർവീസ് എന്താ പറയുന്നേ? ഇന്നാ പിടിച്ചോ. ഇന്നാ കഴിക്കേ. ഇന്ന് തിന്നോ ചങ്കുകളെ. നമ്മളിപ്പോ ഒരുപാട് ഉയരത്തിലാണ്, ഇനിയും കുറെ ദൂരം പോകാനുണ്ട്. ഇതാ ഫ്ലൈയിങ് ഹെൽമെറ്റ്, ഇത് വെച്ച് നമുക്ക് പറക്കാൻ കഴിയും. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് തകർന്നിരിക്കുന്നു. കൂട്ടുകാരെ, നമ്മളുടെ വീടിന്റെ ആവശ്യമാണ്. കാട്ടിക്കൊടുക്കൂ ഈ മനുഷ്യന്മാർക്ക്. ആരെങ്കിലും നമ്മളെ ആക്രമിച്ചാൽ അവർക്ക് നമ്മളുടെ ചുണ്ടിന്റെ മൂർച്ച കാണിച്ചു കൊടുക്കണം. ഓക്കെ, അമ്പും വില്ലും തയ്യാറാണോ? റെഡി സാർ. ഫയർ. ശത്രുക്കൾ മുന്നിലുണ്ട്. അമ്പ് വിട്ടത് കൊണ്ട് മാത്രം ഒന്നും ആയിട്ടില്ല. ബോംബിടൂ. ഇതൊരു പ്ലാന്റ് ആർമിയാണെന്ന് തോന്നുന്നത്. ഇവരുടെ ആക്രമണം ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇത്തരം പക്ഷികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കമാൻഡോ അറ്റാക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഇവന്മാരുടെ പ്ലാന്? മമ്മി, രക്ഷിക്കണേ. വരുന്നുണ്ട്, വരുന്നുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ഇത് ഞങ്ങളുടെ വീടാണ്. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് കണ്ടോ? ഫുർഫുറ നഗരം നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ അത് ശരിയാക്കാൻ വേണ്ടി പോയതാ ചങ്കുകളെ. ഇതിന്റെ മുകളിൽ ചെറിയൊരു ആന്റിന പോലത്തെ ഗാഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും എടുക്കണം. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഈ സംഭവിച്ചതൊക്കെ ഈ ഞാൻ കാരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതിവിധിയും ഞാൻ തന്നെ ചെയ്തോളാം. ഡോക്ടർ ജഡ്ക നല്ലൊരു ഐഡിയ പറഞ്ഞു താ. നമുക്ക് എത്രയും വേഗത്തിൽ മുകളിലേക്ക് പോയിട്ട് ആ പക്ഷികളുടെ കൊത്തുകൊള്ളാതെ ആ ആന്റിന എടുത്തിട്ട് വരണം. അങ്ങനെ ഒരു വഴിയും കൂടിയുണ്ട്. പക്ഷെ അത് കുറച്ച് അപകടം പിടിച്ചതാണ്. ഞങ്ങൾ ഫുർഫുറി നഗരത്തെ രക്ഷിക്കുവാൻ ഏത് അപകടങ്ങളും തരണം ചെയ്യുന്നതായിരിക്കും. അവർ പിന്നെ വരുന്നുണ്ട്. മിസൈൽ ലോഞ്ചർ റെഡി. മരത്തിന് മുകളിലുള്ള ഗാഡ്ജറ്റ് എടുത്തില്ലെങ്കിൽ മരം വീണ്ടും വലുതാവും പത്ലു. സാർ, അവർ മരത്തിന് മുകളിലുള്ള ഏതോ ഗാഡ്ജറ്റ് അത് എടുക്കാൻ വേണ്ടി വരുവാണ്. നമ്മുടെ മരം ആ ഗാഡ്ജറ്റ് കാരണമാണ് ഇത്രയും വലുതായത്. നമ്മൾ എന്ത് വില കൊടുത്തു ആ ഗാഡ്ജറ്റിനെ രക്ഷിച്ചേ മതിയാവൂ. പോകൂ, എല്ലാരും ആ ഗാഡ്ജറ്റിനെ രക്ഷിക്കൂ. ആ മോട്ടു പത്ലു അതിനെ തൊടാൻ പോലും പാടില്ല. എനിക്ക് തോന്നുന്നത് അവർ ആ ഗാഡ്ജറ്റിനെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കാന്നാ. ദേ കണ്ടില്ലേ, അവരുടെ പുറകിൽ നിന്ന് ആ ഗാഡ്ജറ്റ് എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോട്ടു. പത്ലു, വെറും വയറ്റിൽ എന്നെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഈ മിസൈലിനൊന്ന് പിടിച്ചു നിർത്ത്. ഇവരെന്തായി കാണിക്കുന്നത്? അവരുടെ മിസൈൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിന്നാ തോന്നുന്നത്. മോട്ടു റെഡി. ആ ഗാഡ്ജറ്റ് മുറുക്ക പിടിച്ചോണം. ഒരൊറ്റ അവസരമേ ലഭിക്കൂ. റെഡി, റെഡി. കൊണ്ടുപോയി. സോറി കൂട്ടുകാരെ, ഈ മരം ഒന്ന് ചെറുതാവാനാ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇന്ധനം തീർന്നു.
മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കന്മാരാണ്. നിങ്ങളിൽ എനിക്ക് അഭിമാനമുണ്ട്. അതെ കേക്കൂ, ഞാൻ ആകെപ്പാടെ ടെൻഷനിലാണ്. വീട്ടിൽ മുഴുവൻ പാമ്പുകൾ ഇഴയാണ്. അല്ല, അങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഫുർഫുറി നഗരത്തിൽ ഇത്രയും പാമ്പുകൾ എവിടുന്നാ? എന്തു പറയാനാ, ഞാൻ ഇന്ന് വരെ ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല. ചിലപ്പോ പാമ്പുകൾക്ക് ആരെങ്കിലും പാർട്ടി ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാരും ചേർന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ പേടി കണ്ടാ തോന്നും പാമ്പ് നമ്മുടെ ടേബിൾ. അതെ മോട്ടുപത്ലു, നിങ്ങൾ രണ്ടാളും എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പാമ്പ് അയാളുടെ വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ അവിടേക്ക് ഓയ്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് ചങ്കുകളെ? പാമ്പ് അയാളുടെ വീട്ടിലല്ലേ? എന്നിട്ട് എന്താ പാമ്പ്? ഞാൻ എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ആരുടെയെങ്കിലും വീട്ടിൽ പാമ്പ് കയറിയതിന് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാ? എന്താ പറ്റിയേ? ഇത് കണ്ടാ തോന്നും നിങ്ങൾ പാമ്പിനെ കണ്ടെന്ന്. ചിങ്കം സാറേ, ഇവിടെ മുഴുവൻ പാമ്പുകള്. എനിക്ക് അറിയാന്നേ, രാവിലെ തൊട്ട് പാമ്പുകൾക്ക് പാല് കൊടുത്തു ഞാൻ ആകെ ക്ഷീണിതനായി. എന്റെ വീട്ടിൽ, എന്റെ സ്റ്റേഷനിൽ, എന്റെ അമ്മോ എല്ലായിടത്തും. ഓ വയ്യ. ഞാൻ എന്താ ചെയ്യാ? എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടക്കേ. പാമ്പിനെ പിടിച്ച് അകത്തിടാൻ നിയമത്തിലെ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് അവറ്റകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവരോട് പറയാനും പറ്റില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ എന്ന്. എന്റെ പ്രിയപ്പെട്ട മോട്ടു, എപ്പോഴൊക്കെ ഫുർഫുറി നഗരത്തിന് ബുദ്ധിമുട്ട് വന്നോ അപ്പോഴൊക്കെ നീയാ ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ മോട്ടു, എന്തേലും ചെയ്യേ. എന്നാ പിന്നെ ഒരു മകുടി എടുത്ത് ഊതി ഇവിടെയുള്ള പാമ്പുകളെയൊക്കെ പറഞ്ഞു വിട്ടാലോ? പാമ്പ് നിന്നെ കടിക്കും മോട്ടു, അങ്ങനെയൊന്നും ചെയ്യരുത്. ഓയ്, ഞാൻ മോട്ടൂന് ഇപ്പൊ ഒരു ആന്റി സ്നേക് സ്പ്രേ കൊടുക്കാം. ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ പാമ്പ് മോട്ടൂന്റെ അടുത്ത് പോലും വരില്ല. ഇത് അത്രയ്ക്ക് ശക്തിയുള്ളതാ. പൊളിച്ചേ, ഇനി കണ്ടോളൂ എന്റെ മകുടിയുടെ കഴിവ്. മതിയാക്ക്. ഞങ്ങൾക്കിനി ഡാൻസ് കളിക്കാൻ വയ്യ. എന്തിനാ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഈ നാട്ടിൽ നിന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. അതേത് കാടായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ നാട്ടിൽ നിന്ന് ദൂരെ എങ്ങും പോകില്ല. നാട്ടിൽ കഴിക്കാനും കുടിക്കാനും ഒരുപാട് കിട്ടും. ആളുകളൊക്കെ ഞങ്ങളെ കണ്ടല്ലോ അപ്പൊ അവിടുന്ന് ഓടിക്കളയും. ഞങ്ങൾ ഒരിക്കലും പോകില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും ഇവിടെ താമസിപ്പിക്കില്ല. നിങ്ങൾ ഇവിടം വിട്ട് പോകുന്നത് വരെ ഞാൻ ഇത് ഊതിക്കൊണ്ടേയിരിക്കും. നിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കൊത്തി നീ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ ശരീരം കിണർ പോലായി പോകും. ഇനി കണ്ടോണം എന്റെ സ്പ്രേയുടെ ശക്തി. വരൂ വന്ന് കടിക്കൂ. എന്താ ഇത്? എന്ത് വൃത്തിയായിട്ട പെർഫ്യൂമായി അടിച്ചിരിക്കുന്നത്. അവന്റെ അടുത്ത് പോകാൻ പോലും നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ബോസ്? ആ ടിക്കിലി പാമ്പിനെ വിളിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ അവനൊരു പാഠം പഠിപ്പിക്കും. ടിക്കിലി പാമ്പേ,
പാമ്പിനെ കാണുന്നതിന് മുൻപ് ഇവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ മോശപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് ഒരു മാന്യനായ പാമ്പ് എങ്ങനെ വന്നു? പറ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ കൊച്ചനെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഇത് തമാശ പറയാനുള്ള സമയമല്ല. ടിക്കിലിപ്പാമ്പ് എവിടെ പോയി? എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. അത് ടിക്കിലിപ്പാമ്പിനെ ചെയ്യാൻ കഴിയൂ. ഓ അതാണോ കാര്യം? എന്നാ ഞാൻ ഇപ്പൊ വിളിക്കാം പാമ്പുകളുടെ ഡോണിനെ. അതാരാണ്? ടിക്കിലിപ്പാമ്പ്. അറിയാം, എല്ലാം അറിയാം. ഒരു മനുഷ്യൻ മകുടി വായിച്ച് നിങ്ങളെയൊക്കെ കുറെ കഷ്ടപ്പെടുത്തി. ഒരു മനുഷ്യനല്ലേ മോനെ, അതൊരു മനുഷ്യനല്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും പാമ്പുകൾ എന്തിനാ അവനെ പേടിക്കുന്നത്? പറയൂന്നേ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഏയ്, ഈ നാട്ടിലെ ചെറിയൊരു ഇല ഇറങ്ങിയാ പോലും ഞാൻ ഇവിടെ അറിയപ്പെടാ ചെറുക്കനെ. ആ നിങ്ങൾ ചെല്ല്, ഞാൻ വന്നോളാം. ഞാൻ ആദ്യം ബ്രെഡും ജാമും ഒന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് അവനെ ഒന്ന് ജാമാക്കിക്കോളാം. മനസ്സിലായോ? മതി, ഒരുപാടായി. ഇനി ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വയ്യ. എല്ലാരും ഓടിക്കോ, ജീവനിൽ കൊതിയട്ടെ, ഓടിക്കോ. പരിശ്രമിക്കുന്നവരാരും ഒരിക്കലും തോക്കാറില്ല. നമ്മൾ ഓടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സൈലൻസ്! നീ മകുടി വായിക്കുന്ന നിർത്തിയിട്ട് ആരാ വന്നതെന്ന് നോക്കിക്കേ. നിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ടിക്കിളിപ്പാമ്പ് സാർ. ഓ, ഇത്രയും വലിയ മൂർഖനോ? ഓക്കേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ട്യൂൺ ഇട്ടേക്കാം. നമ്പർ 2, നമ്പർ 3 അവനോട് പറഞ്ഞു കൊടുക്ക്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ മകുടി വായിക്കാൻ പാടില്ലെന്ന്. അവൻ ഒരിക്കലും നിർത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ ഡോൺ ചേട്ടാ. പാല് കുടിച്ചിട്ടുണ്ട്, മുട്ട തിന്നിട്ടുണ്ട്, എലിയെ തിന്നിട്ടുണ്ട്. ഓർത്തോ എന്റെ അനിയാ? ഇനി കണ്ടോ ഈ കാട്ടിലെ ടിക്കിളിപ്പാമ്പിന്റെ കഴിവുകൾ. ഇവന്റെ വായന ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. ഇനി ഇവന്റെ ഭൂതവും ഭാവിയും ഒക്കെ തീരുമാനിക്കുന്നത് ഞാനോ? പക്ഷേ ഓർത്തോ എന്റെ അനിയാ, പാല് കുടിച്ചിട്ടുണ്ട്, മുട്ട തിന്നിട്ടുണ്ട്, എലിയെ വരെ കഴിച്ചിട്ടുണ്ട്. കേട്ടോടാ? എന്താ ഈ സംഭവിക്കുന്നത്? ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു. നിങ്ങളൊക്കെ ഒരു കാടിനകത്ത് പോയി ജീവിക്കാൻ നോക്ക്. എന്നിട്ട് ഞങ്ങളെ പുറകിൽ വരുന്നത് നിർത്തൂ. ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ബുക്കുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഐക്യമത്യ മഹാബലമെന്ന്. ഇപ്പോൾ എല്ലാ പാമ്പുകളും എന്നോടൊപ്പം ചേർന്ന് ഇവരെ ആക്രമിക്കാൻ വരൂ. റെഡിയല്ലേ കൂട്ടുകാരെ? റെഡി, സ്റ്റഡി. അവരെ അങ്ങ് തീർത്തേക്ക്. അതെ, രക്ഷപ്പെടുകയാണോ അതോ ആക്രമിക്കുകയാണോ? ഇല്ല. പെട്ടെന്നാ മകുടി ഇങ്ങോട്ട് എറി. സോറി. എന്റെ അമ്മോ, എന്തവിടെ സംഭവിക്കുന്നത്? പാമ്പ് ഊതുന്നു, എന്നിട്ട് മനുഷ്യൻ ഡാൻസ് കളിക്കുന്നു. സോറി സോറി. എന്റെ പത്തിലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇനിയും സമയമുണ്ട് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ മോട്ടു അവിടെ നിന്നിട്ട് മാസങ്ങളോളം മകുടി വായിക്കും. പിന്നെ നിങ്ങൾ ഡാൻസ് കളിച്ച് എന്തവസ്ഥ ആകുമെന്ന് ആലോചിക്കാൻ പോലും വയ്യ.
ഞാൻ തോറ്റിരിക്കുന്നു ചേട്ടാ, സത്യമായിട്ട് ഞാൻ തോറ്റിരിക്കുന്നു. ഇനി ഞാൻ ഒരിക്കലും പാല് കുടിക്കൂല, എലിയെ തിന്നില്ല, കോഴി മുട്ടയോ കോഴിക്കുഞ്ഞിനെയോ കഴിക്കില്ല ചേട്ടാ. എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മടിക്കാതെ ചോദിച്ചു കഴിച്ചോളൂ. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ പേടിപ്പിക്കാന്ന് വെച്ചാ അത് വളരെ തെറ്റാണ്. ഇന്ന പിടിച്ചോ, അഗ്രിമെന്റ് സൈൻ ചെയ്യേ. നിങ്ങൾ സിറ്റിയിലുള്ള ആരെയും ശല്യം ചെയ്യാൻ പാടില്ല എന്ന്. വേഗം ചെയ്യേ. ബൈ ബൈ കൂട്ടുകാരെ, എന്റെ വീടിന്റെ വാതിൽ എന്നും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മകുടിയിലൂടെ ഞാൻ പുതിയ പുതിയ ട്യൂണുകൾ കേൾപ്പിക്കുന്നതായിരിക്കും. ഇല്ല, ഞങ്ങൾ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരുന്നേ ഇല്ല.